എൻ്റെ പേര് VP തോമസ് എന്നാണ്. ഞാൻ ഒരു തയ്യൽക്കാരനായിരുന്നു. കോട്ടയം പട്ടണത്തിൽ നിന്ന് അടുത്ത് തന്നെയുള്ള വേളൂർ എന്ന സ്ഥലത്താണ്. കോട്ടയത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം അകലമുണ്ട്. വേളൂർ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, അതാണ് ഞങ്ങളുടെ പള്ളിയുടെ പേര്. ആ പള്ളിയായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞുള്ളത്. ഞാൻ അന്ന് കൊച്ചായിരുന്നപ്പോൾ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ്, സ്കൂളിൽ ആകുന്നതിന് മുമ്പ് ആയിരുന്നു അത്. അമ്മയും അപ്പനും ഒക്കെ ആയിട്ട് രാത്രി പാതിര കുർബാനയെ രാത്രിയിൽ ഒരു 10-11:30 ആകുമ്പം എഴുന്നേറ്റ് ഉറക്കം തൂങ്ങിയൊക്കെയാണ് പോകുന്നത്. അന്ന് ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞ് ഇതുപോലെ പൊഴിയുകയല്ലേ, ഈ ഓലയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അതുപോലെയായിരുന്നു അന്നത്തെ രീതി. ഇന്നങ്ങനെയൊന്നുമില്ല. അന്ന് ആ പ്രായത്തിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് നടന്ന് തണുത്ത് പറച്ചാണ് പോകുന്നത്. ആ പാടെ മൂടി പുതച്ച് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നല്ല രസമാണ്. പള്ളിയിൽ ചെല്ലും. പള്ളിയിൽ മാത്രമേ ഉള്ളൂ അന്ന് ഈ ലൈറ്റും അങ്ങനെയൊക്കെയുള്ള ഇതുള്ളൂ. പൽക്കൂടം എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ കന്നുകാലിക്കൂട് പോലെയുള്ള സംഗതിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ മണം നല്ല രസമായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയാണ്. പിന്നെ ഒത്തിരി ബലൂണൊക്കെ കെട്ടി തൂക്കിയിടും അതിന് ചുറ്റും. പിന്നെ ട്രീ എന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല. ഇന്നത്തെ രീതിയിലുള്ള ട്രീ അന്നില്ല. അത് മാവിൻ്റെ കമ്പ് വെട്ടി നാട്ടിയിട്ട് അതിനകത്ത് ഒത്തിരി ബലൂണും ബൾബുകൾ, ഈ പേപ്പർ ചുറ്റി, കളർ പേപ്പർ ചുറ്റി 10-25 ബൾബുകൾ ഇടും. അത് ഒരു 5 വയസ്സിനൊക്കെ മുമ്പുള്ള ഓർമ്മയാണ്. അതെന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഏത്? ഏകദേശം 50-കളില്ല, 1950 മുതൽ. അപ്പോൾ അന്ന് ഈ മറ്റേ വീടുകളിൽ കറണ്ടോ ഒന്നും, നമ്മുടെ സാധാരണക്കാരുടെ വീടുകളിൽ കറണ്ടോ ഒന്നും ഇല്ല. അന്ന് കറണ്ടില്ല എങ്ങും. എല്ലായിടത്തും മണ്ണെണ്ണ വിളക്കാണ് എല്ലായിടത്തും. പിന്നെ ചില കാശുകാരുടെ വീടുകളിൽ മാത്രമേ ഉള്ളൂ അന്ന് കറണ്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും മണ്ണെണ്ണ വിളക്കും ഓലപ്പരകളാണ് എല്ലാം. വലിയ വീടുകളിലൊക്കെ അന്ന് ഓലയാണ്. അന്ന് സ്റ്റാർ ഉണ്ടാക്കുന്നത് ക്രിസ്മസിന് 1 മാസം മുമ്പേ ഈ മടൽ വെട്ടി അത് ചീകി നല്ല പരുവത്തിലാക്കിയിട്ട് അത് ഉണക്കാനിടും. ഉണങ്ങി ക്രിസ്മസിന് 3-4 ദിവസം മുമ്പ് എല്ലാവരും സ്റ്റാർ ഉണ്ടാക്കാൻ തുടങ്ങും. സ്റ്റാർ ഉണ്ടാക്കിയിട്ട് കളർ പേപ്പർ മേടിച്ചുകൊണ്ട് വന്ന് ഒട്ടിച്ച്, ഈ ഗോതമ്പ് മാവ് കൊണ്ട് പശ ഉണ്ടാക്കി ഒട്ടിച്ച്, അങ്ങനെയാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ അലുക്കുകളൊക്കെ പേപ്പർ കൊണ്ട് തന്നെ വെട്ടി ഉണ്ടാക്കി ഒട്ടിക്കും. എന്നിട്ട് മെഴുകുതിരിയോ മണ്ണെണ്ണ വിളക്കോ ആണ് അന്ന് ഉപയോഗിക്കുന്നത്. മെഴുകുതിരിയോ മണ്ണെണ്ണ വിളക്കോ. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും, വീടിൻ്റെ എവിടെയെങ്കിലും കെട്ടിത്തൂക്കും. അന്ന് നല്ല മഞ്ഞുള്ള സമയം. ഇന്നത്തെ പോലെ മഞ്ഞ് ഇല്ലാതെയല്ല, നല്ല മഞ്ഞാണ്. വെള്ളം ഈ മഴയുടെ ഇതുപോലെ തന്നെ മഞ്ഞ് അന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ പേപ്പറിൻ്റെ കളറെല്ലാം കൂടെ ഒലിച്ച് താഴെ വീഴും. ചില സമയത്ത് നമ്മൾ നേരം വെളുത്ത് വരുമ്പോൾ അതിൻ്റെ അസ്ഥിപഞ്ജരം മാത്രമേ കാണുള്ളൂ. തീ പിടിച്ച് വിളക്ക് മറിഞ്ഞോ എങ്ങനെയെങ്കിലും അത് തീ പിടിച്ചു. ഭയങ്കര സങ്കടമുള്ള സംഗതിയാണ് അത് പിള്ളേർക്കെല്ലാം. പിന്നെ പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും പൈസയൊക്കെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കി പുതിയൊരു സ്റ്റാർ പെട്ടെന്ന് തല്ലിക്കൂട്ടി ഉണ്ടാക്കും. എല്ലാവരുടെയും വീടുകളിലും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഈ പരോളിലൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, കത്തുന്നതും കണ്ടിട്ടുണ്ട്. സ്റ്റാർ നിന്ന് കത്തും. ഈ കാറ്റടിക്കുമ്പോഴല്ലോ മെഴുകുതിരി നല്ല ആളി കത്തും. മണ്ണെണ്ണ വിളക്ക് അത്രയും ഇത് ആകുകയില്ല. മെഴുകുതിരിയാണ് കൂടുതലും അപകടകാരി. അപ്പം അന്ന് ഈ ട്രീ ഇല്ലായിരുന്നോ, ക്രിസ്മസ് ട്രീ? ചില വീടുകളിൽ മാത്രം ഇങ്ങനെ മരത്തിൻ്റെ കമ്പ് വെട്ടിക്കൊണ്ട് കുത്തിക്കൊണ്ട് കടലാസ് ഒട്ടിച്ചും മെഴുകുതിരി കത്തും. ഒത്തിരി മെഴുകുതിരിയും കത്തിക്കും. വലിയൊരു സ്റ്റാറും കാണും. പിന്നെ കുടമുണ്ട്, ചെറിയ കൊച്ചു കുടം. അതിനകത്ത് മൺകുടം, കുരിശും നക്ഷത്രവും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ദ്വാരങ്ങളുണ്ട്. അത് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് അതിനകത്ത് മെഴുകുതിരി കത്തിച്ച് വെക്കും. അങ്ങനെ കിട്ടുന്ന ചില വീടുകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഇതുപോലെ ട്രീ ഉണ്ടാക്കി പുള്ളിയിടും.
ആ പോസ്റ്റ്മാൻ ആകുമ്പം പുള്ളി ഈ അന്ന് ഈ ക്രിസ്മസ് കാർഡിൻ്റെ ഏർപ്പാട് ആണെന്നുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്മസ് കാർഡ് അങ്ങനെ ഇല്ല. ആ ക്രിസ്മസ് കാർഡ് അത് ഈ കാർഡിൻ്റെ കവർ ഒട്ടിക്കാതെയാണ് വരുന്നത്. ഈ പുള്ളിക്കാരൻ അത് അടിച്ചു മാറ്റും. അതിനകത്തുനിന്ന് അടിച്ചു മാറ്റിയിട്ട് എല്ലാവർക്കും അഡ്രസ്സ് ഉള്ള കവർ കിട്ടും. പക്ഷേ അതിനകത്ത് ക്രിസ്മസ് കാർഡ് ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ അന്ന് ചെല്ലുകയാണെങ്കിൽ അന്ന് അവിടെ അതെല്ലാം തൂങ്ങിക്കിടക്കുന്ന കാണാം, ക്രിസ്മസ് ട്രീയിൽ. ഇപ്പം നമ്മൾ പുറത്തുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ടി വിയിലും ഫോണിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, അവിടുത്തെ ക്രിസ്മസ് ട്രീകളും ഒക്കെ. അപ്പോൾ അന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ എങ്ങനെ കിട്ടും? അന്ന് അതിനെപ്പോഴും ഉള്ള ഐഡിയ കിട്ടുന്നുണ്ട്. അന്ന് ക്രിസ്മസ് കാർഡ് വരുമ്പോൾ നല്ല പടങ്ങളൊക്കെ കാണും. മിക്കവാറും വിദേശത്തെ കാർഡുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ആ അവിടുത്തെ രീതിയിലുള്ള ഈ മഞ്ഞും സ്റ്റാറും ട്രീയും ഒക്കെ കാണാം. ഈ മുളയുടെ തണ്ട് വെട്ടി വെക്കുമായിരുന്നു. പക്ഷേ മുളയുടെ തണ്ട് വെട്ടി വെച്ചാൽ വേറൊരു പ്രശ്നമുണ്ട്, ഭയങ്കര ചൊറിച്ചില്ല, ദേഹം മുഴുവൻ ചൊറി. അതിൻ്റെ ചുവട്ടിൽ നിന്നാൽ ഈ കടലാസ് ഒട്ടിച്ചും മെഴുകുതിരി കത്തിച്ച് വെച്ചും അതും അതിൻ്റെ കമ്പ് ഉണങ്ങിക്കഴിയുമ്പോൾ അതും തീ പിടിച്ച് പോവുകയുള്ളൂ. പിന്നെ പുൽക്കൂട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഇപ്പം വീടുകളിൽ പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു അതോ? അന്ന് വീടുകളിൽ പുൽക്കൂടില്ലായിരുന്നു, പള്ളികളിൽ മാത്രമേ ഉണ്ടായിരുന്നു പുൽക്കൂട് ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഇവിടെ ഉള്ള കന്നുകാലിക്കൂടെന്ന് പറയുകയില്ലേ, അതുപോലെ അതിൻ്റെ ആകൃതിയിലാണ് ഉണ്ടാക്കിയത്. ഓല കൊണ്ടൊക്കെ മുകളും സൈഡും ഒക്കെ മറച്ചിട്ട് അതിനകത്ത് രൂപങ്ങളൊക്കെ വെച്ച് ഈ ഇലയും മരത്തിൻ്റെ കമ്പുകളും പുല്ലും ഒക്കെ വെട്ടി. പിന്നെ ചില സമയത്ത് അതിനകത്ത് ഈ കടുക് നനച്ചിട്ട് കടുക് വിതയ്ക്കും 2 ദിവസം മുമ്പ്. അപ്പം അത് കിളുത്ത് പുല്ല് പോലെ കിളുത്ത് വന്ന് നിൽക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ് ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ പള്ളിയിൽ, എൻ്റെ പ്രായത്തിലുള്ളത് പിള്ളേരും എല്ലാവരും പള്ളിയിൽ ചെന്ന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് നമ്മുടെ ആർട്ടിസ്റ്റ് സുജാതൻ്റെ അപ്പൻ കേശവൻ ചേട്ടൻ അതിന് ഒരു ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ കണ്ട് അതിൻ്റെ ആ ഐഡിയ വെച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ പുൽക്കൂടൊക്കെ പള്ളിയിൽ ഉണ്ടാക്കിയത്. നാടകത്തിന് ലൈറ്റ് ചെയ്യുന്ന അത് ആ രീതിയൊക്കെ പുള്ളി അവിടെ ഉണ്ടാക്കി വെക്കുന്നതും അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ചെന്ന് കണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ തന്നെ കുറേ വർഷങ്ങൾ പല രീതിയിൽ ഐഡിയയിലൊക്കെ ഉണ്ടാക്കി. പിന്നെ ടി വിയിലൊക്കെ ഓരോന്നൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ അതിൽ നിന്നൊക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ക്രിസ്മസ് പാട്ട് കരോളിന് പോകുന്ന ചെറുപ്പത്തിൽ ഞങ്ങൾ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ മുതിർന്ന ആൾക്കാരുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് പോകുന്നവർ. അവരുടെ കൂടെ ഞങ്ങളെ പാടാൻ ഒരുവിധമൊക്കെ പാടാൻ കഴിവുള്ള പിള്ളേരൊക്കെ, ഞങ്ങളെപ്പോലെയുള്ള പിള്ളേരൊക്കെ അവർ പഠിപ്പിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ പോയി പിന്നെ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ ആയപ്പം പിന്നെ ഞങ്ങൾ തന്നെത്താൻ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൂടെ കഴിഞ്ഞപ്പം ഓരോരുത്തരൊക്കെ ഓരോ കലാപരമായിട്ട് ഓരോ ഇൻസ്ട്രുമെൻ്റൊക്കെ പഠിക്കാനും തുടങ്ങി. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ പള്ളിയിൽ നിന്ന് പോകുമ്പം ഹാർമോണിയം, തബല, ഗിറ്റാർ, വയലിൻ, ബോങ്കോസ്, പിന്നെ അങ്ങനെയുള്ള സംഗതികളെല്ലാം ആയിട്ട് ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ചെല്ലുന്ന കൊയറുകാർ ചെല്ലുന്നത് അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും അവർക്ക്. വേറെ എങ്ങും ഞങ്ങൾ ചെല്ലുന്ന പാട്ടുകളെല്ലാം നല്ല പാട്ടുകളായിരിക്കും. എല്ലാം ഹിന്ദി പാട്ടിൻ്റെ ട്യൂണിലാണ്. അന്ന് എല്ലാം ഹിന്ദി പാട്ടാണ് അന്നത്തെ കാലത്ത് കൂടുതലും ആൾക്കാർ കേൾക്കുകയും. മലയാളം പാട്ടുകളങ്ങനെ അധികമില്ല. ഈ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പം അന്നേരം ഒരു ഈ 70 ഒക്കെ ആകും. ആ സമയമൊക്കെ ആകുമ്പോൾ അങ്ങനെയാകും. അപ്പം ഹിന്ദി പാട്ടുകളാണ്, അതിൻ്റെ ട്യൂണിലാണ് പാട്ടുകളൊക്കെ എഴുതുന്നത്. പിന്നെ ഞങ്ങളും അങ്ങ് എഴുത്തും തുടങ്ങി. എല്ലാവരും ഓരോരുത്തരും അവരവരും എല്ലാം ഓരോ കവികളായിട്ട് മാറുക. എന്നിട്ട് എല്ലാത്തിനകത്തും യേശു ജനിച്ചതും മഞ്ഞും പുൽക്കൂടും ബേത്ലഹേമും നക്ഷത്രവും ഇതൊക്കെ ഉള്ളു. എല്ലാത്തിനകത്തും മാറിയും തിരിഞ്ഞും അത് തന്നെയാണ്. ട്യൂണ് മാറുമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ അന്ന് വണ്ടികളൊന്നും ഇല്ലല്ലോ, ആർക്കെങ്കിലും സ്വന്തമായിട്ട് വാഹനമൊന്നും ഇല്ലല്ലോ. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകും. എല്ലാം ചുമന്നുകൊണ്ട് പോകും. അത് ഓരോ ഉപകരണങ്ങൾക്കും ഇരുന്ന് വായിക്കാനുള്ള കസേരയും ഉണ്ട്. അത് പിള്ളേരെല്ലാം റെഡിയാണ് അതിന്. ഓരോരുത്തർക്ക് ഇരുന്ന് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള കസേരയും എല്ലാം ഉണ്ട്. പിന്നെ ഹാർമോണിയം കൊണ്ടുപോകുന്നു. അന്ന് ഈ കീബോർഡൊന്നുമില്ല. ഹാർമോണിയം അത് 2 സൈഡിലും ഇതൊടുപ്പിടി ഉള്ളതുകൊണ്ട് അതിനകത്ത്
ഒരു ഇത് കെട്ടി ഒരു സാരിയുടെ എന്തെങ്കിലും ആയിരിക്കും, അത് കെട്ടി ഇങ്ങനെ കഴുത്തെ തൂക്കിയിട്ടുകൊണ്ടാണ് വായിക്കുന്നത്. അന്ന് ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ അനിയനാണ് അത് ഹാർമോണിയം വായിക്കുന്നത്. അപ്പം അന്ന് ഈ ടേപ്പ് റെക്കോർഡൊക്കെ ഇറങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ വീടുകളിലൊക്കെ പാടി ചെല്ലുമ്പം അവിടെ ടേപ്പ് റെക്കോർഡുള്ളവർ വന്ന് റെക്കോർഡ് ചെയ്യുകയും പിന്നെ ഞങ്ങൾ പോകുന്ന പുറകെ ഓരോ വീടുകളിലും വന്ന് അവിടെയും വന്ന് റെക്കോർഡ് ചെയ്യുകയും അങ്ങനെ പുറകെ ടേപ്പ് റെക്കോർഡും പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ. മൈക്ക് അങ്ങനെ ഇടപാട് വന്ന പിന്നെ മൈക്കും കുത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യാനായിട്ട്. റെക്കോർഡ് ചെയ്യാനായിട്ട്. പിന്നെ ചില വീടുകളിലൊക്കെ ഞങ്ങളെ ഇരുത്തി ഒരു അഞ്ച് പാട്ടുകൾ വരെയൊക്കെ പാടിച്ച വീടുകളുണ്ട്. അപ്പം അന്ന് മറ്റ് ക്ലബ്ബുകളോ അതൊക്കെ ഇതുപോലെ കരോൾ ഇറങ്ങുമായിരുന്നു അതോ? അങ്ങനെ ഉണ്ടായിരുന്നു, ചിലർ ഉണ്ടായിരുന്നു. ചിലർ അവരിങ്ങനെ പഴയതുപോലെ ഡ്രമ്മും കൊട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു അവർ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ നിങ്ങൾ പാട്ട് പഠിക്കുന്നതാണ് അന്നത്തെ സമയത്ത് പാട്ട് നമുക്ക് സ്വന്തം വീട്ടിൽ റേഡിയോ ടേപ്പ് റെക്കോർഡോ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ പാട്ടുകളൊക്കെ ട്യൂണ് പഠിക്കുന്നത് റേഡിയോ ഉള്ള വീടുകളിൽ പോയി ഞങ്ങളതൊന്ന് കേൾക്കും. പിന്നെ തിയേറ്ററിൻ്റെ ഭാഗത്തൊക്കെ പോയിരുന്നുകൊണ്ട് രാജമഹൽ തിയേറ്ററും സ്റ്റാർ തിയേറ്ററും അവിടെയൊക്കെ സിനിമ കഴിയുന്ന സമയത്ത് തുടങ്ങുന്നതിന് മുമ്പും ഈ പാട്ട് വെക്കും. അത് പല പ്രാവശ്യം അവിടെ ചെന്ന് കേൾക്കാൻ നല്ല സൗകര്യമാണ്. പാട്ട് വെക്കുമ്പോൾ കോളാമ്പിയിലാണ്. അന്ന് നമ്മൾ കോട്ടയത്ത് ഞങ്ങളുടെ പ്രായത്തിൽ രാജമഹലും സ്റ്റാർ തിയേറ്ററും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ആ സമയത്ത് ഒത്തിരി ആൾക്കാർ അവിടെ പാട്ട് കേൾക്കാൻ വന്ന് നിൽക്കും. ഈ സ്റ്റാർ തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് എവിടെ, കോട്ടയത്ത് എവിടെയായിരുന്നു? ഇപ്പം സ്റ്റാർ ജംഗ്ഷൻ എന്ന് പറയുമല്ലേ കോട്ടയത്ത്, അതായത് ആഡം ടവർ അവിടെ ഒരു തിയേറ്റർ ഉണ്ട്. തിയേറ്റർ ഉണ്ട്, സ്റ്റാർ തിയേറ്റർ. അന്ന് ആ സ്റ്റാർ തിയേറ്ററിലാണ് പണ്ട് ഏറ്റവും പ്രശസ്തമായ ഒരു ഹോളിവുഡ് സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത്. അവിടെ സ്റ്റാറിലാണ് വന്നത്. അപ്പോൾ സിനിമാ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിയേറ്ററിൻ്റെ ഒപ്പം പിന്നെ റേഡിയോ ചില വീടുകളിലും ഉണ്ട്, വീടുകളിലൊക്കെ ഉണ്ട്. നമ്മൾ സന്ധ്യാസമയത്ത് നമ്മൾ ടൗണിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് നടന്നു വരികയാണെങ്കിൽ എത്ര പാട്ട് വേണമെങ്കിലും ഒരു പാട്ട് മുഴുവൻ നമുക്ക് കേൾക്കാം. അങ്ങനെ മിക്കവാറും സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ നടന്നു വരുന്നത്. അപ്പോൾ ഒരു പാട്ട് തീരുമ്പോൾ അതിൻ്റെ ബാക്കി ഇങ്ങനെ തീരാതെ തന്നെ ബാക്കി ഇങ്ങനെ ഓരോ വീടുകളിൽ സൈഡിലുള്ള വീടുകളിൽ നിന്ന് കേട്ടോണ്ടിരിക്കും റേഡിയോയിൽ. അതും കേട്ടോണ്ടാണ് വരുന്നത്. കാരണം പാട്ട് നമുക്ക് മുഴുവനും കേൾക്കാം. നമ്മൾ അവിടെ നിന്ന് നടന്ന് വീട്ടിൽ വരുമ്പോൾ ഒരു 5-6 പാട്ടുകൾ കേട്ട് കഴിയും. കോട്ടയം ടൗണിൽ നിന്ന് വെള്ളൂർ വരുമ്പോൾ കരോള് പോകുമ്പോഴേ കൂടെ മറ്റേ ക്രിസ്മസ് ഫാദറും ഒക്കെ ഉണ്ടല്ലോ. ക്രിസ്മസ് ഫാദർ ഉണ്ട്, ക്രിസ്മസ് പപ്പ. അത് പള്ളിയിൽ നിന്ന് പോകുമ്പം ഞങ്ങൾക്ക് പിന്നെ മുഖംമൂടി മേടിക്കാൻ കിട്ടും. പിന്നെ ഉടുപ്പില്ലായിരുന്നു. ഉടുപ്പ് പിന്നെ കുർബാനയ്ക്ക് പിള്ളേർ കൂടുന്നില്ലേ ആൾത്താര മകന്മാരുടെ, അവരുടെ ചുവന്ന കുപ്പായമുണ്ട്, അത് അച്ഛൻ ഞങ്ങൾക്ക് എടുത്ത് തരും. അതിട്ട് അതിൻ്റെ പുറത്ത് അകത്ത് കുടവയറും ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ മുഖംമൂടിയും വെച്ച് അങ്ങനെയായിരുന്നു. ഒരു വടിയും അതിൽ 2-3 ബലൂണും ഒക്കെ കെട്ടി അങ്ങനെയായിരുന്നു അന്നത്തെ ക്രിസ്മസ് ഫാദർ. ചെരുപ്പൊന്നും സാധാരണ ചെരുപ്പൊക്കെ തന്നെ ഇട്ടുണ്ട്, പള്ളി ചെരുപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു. ചെരുപ്പില്ലാത്തവരും ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്രിസ്മസ് ഫാദറിന് പോകുമ്പോൾ ഈ കണ്ടം അന്ന് ഈ നടിയിലിൻ്റെ ഒക്കെ സമയമാണ്. അന്ന് കണ്ടത്തിൽ കൂടെയൊക്കെ ഇറങ്ങി. ഇന്നത്തെ പോലെ റോഡോ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഈ തെങ്ങും തടി പാലവും അങ്ങനെയൊക്കെയുള്ള ഓരോരോ തോടുകളും ഇതൊക്കെ ഉണ്ട്. ഇന്ന് അതൊന്നുമില്ല. അന്ന് തെങ്ങും തടി പാലം ഒറ്റത്തടി, പിന്നെ 2 തടി ഇടുന്ന അങ്ങനെയുണ്ട്. പെട്രോമാക്സ് ഒക്കെ ആയിട്ടാണ് 2 പെട്രോമാക്സ് വരും, ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും. പോകുന്ന വഴിക്ക് ക്രിസ്മസ് ഫാദർ തന്നെ പാലത്തിൽ നിന്ന് പോയ സംഭവമുണ്ട്. പാട്ട് പാടാനായിട്ട് ഈ കണ്ടം വഴിയൊക്കെ ഇറങ്ങി പോകണം. ഇവിടെ നിന്ന് അക്കരയൊക്കെ പോകണമെങ്കിൽ ഒത്തിരി ദൂരമുണ്ട് പോകണമെങ്കിൽ. ആ കണ്ടം വഴി പോകുമ്പം ഈ നെല്ല് ഓല മഞ്ഞും എല്ലാം കൂടെ കൂടിക്കൊണ്ട് കാലുമെല്ലാം മുറിഞ്ഞ് ആ പാടം അസ്വസ്ഥതയാണ്. പിന്നെ മുണ്ടൊക്കെ മടക്കി കുത്ത് താത്തിട്ടുകൊണ്ടാണ് വരമ്പത്തു കൂടെയൊക്കെ പോകുന്നത്. അവിടെ ചെന്ന് പാടും. ആ വീടുകളിൽ അവിടെ 1-2 വീടുകളെ കാണുകയുള്ളൂ. അവിടെ പാടും. അവരൊക്കെ നോക്കിയിരിക്കും ചെല്ലണം വേണ്ടി. ഇടവക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അവിടെ ചെന്നില്ലേ പിന്നെ പ്രശ്നമാണ്. അത് കാരണം പിന്നെ എങ്ങനെയെങ്കിലും അവിടെ പാലവും കയറി ഈ കണ്ടത്തിൽ കൂടെയൊക്കെ ഇറങ്ങി ചിലപ്പം വെള്ളത്തിൽ കൂടെ നീന്തി അക്കരെ കിടക്കണം. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
ഈ 2024 ഈ സമയങ്ങളിൽ കൊച്ചുമക്കളോടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉള്ള ക്രിസ്മസിനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ? ഇപ്പോഴും എനിക്ക് പണ്ടത്തെ അതേ രീതി തന്നെയാണ് ഇപ്പോഴും ഞാൻ ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനിരിക്കുന്നത്. അതേ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഉണ്ടാക്കാനിരിക്കുന്നത്. അത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ യൂട്യൂബും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ യൂട്യൂബിലൊക്കെ നോക്കി ഓരോ ഐഡിയ കിട്ടും. ആ ഐഡിയ അനുസരിച്ച് പിന്നെ അത് എൻ്റെ രീതിയിലോട്ടൊക്കെ ആക്കിയിട്ട് പിന്നെ ഇസ്രായേലിലെയും ബേത്ലഹേമിലെയും ഒക്കെ കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ ഓരോരുത്തരും യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതുമൊക്കെ നോക്കി ആ ബേത്ലഹേമിൻ്റെ രീതികളൊക്കെ ഇപ്പം പണ്ടത്തെ കഴിഞ്ഞും കുറേ കൂടെ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെയും ഇപ്പോഴത്തെയും ക്രിസ്മസിൻ്റെ ഓർമ്മകൾ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ.